മതം തിരഞ്ഞെത്തിയ തീവ്രവാദികൾ അമുസ്ലിമുകളെ കൊന്നു തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ ആത്മാവിനെ മാരകമായി പരിക്കേൽപ്പിച്ച പഹൽഗാം കൂട്ടക്കുരുതിയുടെ വേദനകൾ ഒരു ഇന്ത്യക്കാരനെയും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇപ്പോഴിതാ കോഴിക്കോട് എലത്തൂരിൽ ട്രെയിൻ കത്തിക്കൽ കേസിൽ അറസ്റ്റിലായ ഷാരൂഖ് സൈഫി എന്ന തീവ്രവാദിയുടെ വെളിപ്പെടുത്തലുകൾ ഏവർക്കും മറ്റൊരു ഷോക്കായി മാറിയിരിക്കുകയാണ്. 2023 ഏപ്രിലിൽ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ യാത്രക്കാർക്ക് മേൽ പെട്രോൾ ഒഴിച്ച് കോച്ച് കത്തിച്ച് അതിഭീകരമായ തീവ്രവാദി ആക്രമണത്തിൻ്റെ ഇരകളായി 3 പേരാണ് കൊല്ലപ്പെട്ടത്. ട്രെയിൻ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി ഇസ്ലാമിൽ വിശ്വസിക്കാത്ത കാഫറുകളെ അഥവാ അവിശ്വാസികളെയെല്ലാം കൊന്നുതള്ളിക്കൊണ്ട് പാപമോചനം നേടിയെടുക്കാൻ ഇറങ്ങിയതായിരുന്നു ഷാരൂഖ് സൈഫി എന്ന നിയോ റാഡിക്കൽ തീവ്രവാദി. എന്നാൽ ട്രെയിനിൻ്റെ ഒരു ബോഗി മാത്രമാണ് അവന് കത്തിക്കാനായത്. അതിനാൽ ആക്രമണത്തിൻ്റെ ഇരകളായി ഒരു പിഞ്ചു കുഞ്ഞടക്കം 3 പേരെ മാത്രമേ അവന് കൊല്ലുവാൻ കഴിഞ്ഞുള്ളൂ. പാളിപ്പോയ ഒരു വമ്പൻ കൂട്ടക്കുരുതിയുടെ നിഗൂഢതകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെന്ന് പാകിസ്ഥാനിലെ മത തീവ്രവാദികളുടെ പ്രബോധനങ്ങളാൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട പ്രതി NIAക്ക് കൊടുത്ത മൊഴിയിലാണ് വിവരങ്ങൾ പുറത്തായത്. കേരളത്തിലെ അവിശ്വാസികളെ കൂട്ടമായി കൊന്നുതള്ളിയാൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരമാകുമെന്നും വേഗത്തിൽ സ്വർഗപ്രാപ്തി കരഗതമാക്കാമെന്നും ശക്തമായി വിശ്വസിക്കാനും അതിനായി ദില്ലിയിൽ നിന്ന് ഇവിടെയെത്തി പെട്രോളും തീക്കൊള്ളിയുമായി ഒരു ട്രെയിൻ തന്നെ കത്തിക്കത്തക്ക നിലയിൽ ഇറങ്ങിപ്പുറപ്പെടാൻ ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പുറപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അതല്പം അവിശ്വസനീയം തന്നെയാണ്. എന്നാൽ അത്രയും മുഴുത്ത മതതീവ്രവാദത്തിൻ്റെ വൈറസുകളാണ് സാക്കിർ നായിക്കിനെ പോലെയുള്ള മുഴുത്ത ഇസ്ലാമിക തീവ്രവാദികളാൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഇത്തരം ചില മുസ്ലിം ചെറുപ്പക്കാരുടെ തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ദില്ലി സ്വദേശിയായ ഇയാൾക്ക് തൻ്റെ ജീവിതശൈലിയിൽ പശ്ചാത്താപം തോന്നിയതിനാൽ ഒരു യഥാർത്ഥ മുസ്ലിമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അക്രമാസക്തമായ ജിഹാദിനെക്കുറിച്ച് തീവ്ര ഇസ്ലാമിക പ്രബോധകർ പഠിപ്പിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പരിശോധിച്ചപ്പോഴാണ് എളുപ്പം പാപമോചനം നേടാനുള്ള മാർഗം അമുസ്ലിമുകളെ കൊല്ലുക എന്നതാണെന്ന് അവരുടെ പ്രബോധനങ്ങളിലൂടെ മനസ്സിലായതെന്നും ഇസ്ലാമിക തീവ്രവാദ പ്രഭാഷകരായ സാക്കിർ നായിക്കിൻ്റെയും കൂടാതെ ഇസ്രാർ അഹമ്മദ്, താരിഖ് ജമീൽ, മുഫ്തി താരിഖ് മസൂദ്, തൈമൂർ അഹമ്മദ് തുടങ്ങിയ പാകിസ്ഥാൻകാരായ തീവ്രവാദ പ്രഭാഷകരുടെയും നിർദ്ദേശങ്ങളായിരുന്നു ഇയാളെ കൂടുതൽ സ്വാധീനിച്ചതെന്നും വ്യക്തമായിട്ടുണ്ട്. പിന്നെ വേറെയൊന്നും ആലോചിക്കാതെ ഭീകരതയും കൂട്ടക്കൊലയും നിറഞ്ഞ ഒരു മാരക കുറ്റകൃത്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ കൺഫസ് ചെയ്തിരിക്കുന്നത്. അതിനായി വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥലം തിരക്കി ദില്ലിയിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിലെത്തി. ഷൊർണൂരിലെ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി മറച്ചു പിടിച്ചാണ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ കയറിയത്. 3 പേരെ ദാരുണമായി കൊലപ്പെടുത്തിയത് കൂടാതെ 9 യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കാനും ഈ മത തീവ്രവാദിയുടെ പാപമോചന പരാക്രമത്തിന് കഴിഞ്ഞു എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഉറച്ച് വിരൽ ചൂണ്ടുകയാണ്. കഴക്കൂട്ടം, തിരുവനന്തപുരം, കൊളച്ചൽ, കന്യാകുമാരി, കോവളം തുടങ്ങി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ സ്ഥലങ്ങളെ ഈ തീവ്രവാദി സ്കെച്ച് ചെയ്തിരുന്നുവെന്നും ഇത്തരത്തിൽ ട്രെയിൻ കത്തിച്ച് 100 കണക്കിന് ആളുകളെ കൊന്നൊടുക്കി ഈ ഭീകര വൃത്താന്തം പൂർത്തിയാക്കി പൊതുജനങ്ങളുടെ മനസ്സിൽ ഭീകരത സൃഷ്ടിച്ച് രക്ഷപ്പെട്ട് പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടവനായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും ഇയാൾ ഉദ്ദേശിച്ചിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കാഫറുകളെ കൊല്ലുക മാത്രമാണ് പാപങ്ങളിൽ മോചനം നേടി സ്വർഗപ്രാപ്തിക്കുള്ള ഏറ്റവും എളുപ്പവഴിയെന്ന തിരിച്ചറിവ് പ്രാപിച്ച് പെട്രോളോ കത്തിയോ മാരകായുധങ്ങളോ ഓങ്ങി അവരൊക്കെ എവിടെയൊക്കെ ഊഴങ്കാത്ത് നിലകൊള്ളുന്നു എന്ന് ഇപ്പോൾ ഒരു നിശ്ചയവുമില്ല. അറസ്റ്റിനുള്ള കാരണം രേഖാമൂലം അറിയിക്കാതെ തന്നെ അറസ്റ്റ് ചെയ്തെന്നും തീപിടുത്തത്തിൽ ആരും മരിച്ചില്ലെന്നും ട്രെയിനിൽ നിന്ന് ചാടിയതുകൊണ്ടാണ് ആളുകൾ മരിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ഇയാളിപ്പോൾ വാദിച്ചിരിക്കുന്നത്. ഏതായാലും UAPA ചുമത്തിയ സൈഫി പൊതുജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചതെന്നും തീവ്രവാദ വീക്ഷണങ്ങൾ പുലർത്തിയിരുന്നതായും NIA വ്യക്തമാക്കിയിരിക്കുകയാണ്. കേസിലെ ഏക പ്രതിയും ഇയാൾ മാത്രമാണ്.